ഓശാന ശനിയാഴ്ചയാണല്ലോ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊഴുക്കട്ടയുടെ ഫില്ലിങ് നമുക്ക് ആദ്യം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അരി നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അരി കഴുകി ആ വെള്ളം ഒന്ന് കളഞ്ഞ് ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ വറുത്തെടുക്കുക കേട്ടോ. ആ വറുത്തെടുത്ത് അവസാനം നല്ല ചൂടായി നല്ല വറന്ന് വരുന്ന സമയത്ത് ഒരു 4-5 ഏലയ്ക്ക, 2 കഷ്ണം ചുക്ക്, പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം, ഇതൊക്കെ കൂടെ ചേർത്ത് അധികം വറക്കണ്ട, കാരണം അത് തന്നെയാണ് കരിഞ്ഞു പോകും. നല്ല ചൂടിൽ ഇരിക്കുന്ന അരിയുടെ കൂടെ ഇടുമ്പോൾ അതും ചൂടായിക്കോളും. അങ്ങനെ അത് മാറ്റി വയ്ക്കാം. അത് ചൂടാറുമ്പോൾ നമുക്കത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 നാളികേരം എടുത്തിട്ടുണ്ടേ. 3 നാളികേരം ചിരകിയത്, അതിലേക്കൊരു 600-700 ഗ്രാമോളം ശർക്കര പാനിയാക്കിയത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3.5 നാഴി അരിപ്പൊടിക്കാണ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 60-65ഓളം കൊഴുക്കട്ട നമുക്ക് പിടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നാളികേരം ചിരകിയതെടുത്തു. ആ നാളികേരം ചിരകിയതിന് പണ്ടൊക്കെ ഈ ശർക്കര ഒരു അതിനൊരു നൂൽപ്പരുവുണ്ടല്ലോ, അതിലാണ് ചെയ്യാറ്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെ അത് ചെയ്യുമ്പോൾ ഈ നാളികേരം പൊടികളൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഒട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാവാറുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് അത്ര ടേസ്റ്റും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശർക്കരയുടെ കല്ലൊക്കെ മാറ്റി പാനിയാക്കി എടുക്കുക. അതൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് ചൂടാവുമ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ചെരുക്കി വെച്ച് നാളികേരം ചേർക്കുക. അപ്പോൾ നാളികേരം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ചെറിയൊരു ശർക്കരേൻ്റെ പാനി ഉണ്ടാവും. ആ സമയത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയല്ല, അരി വറുത്ത് പൊടിച്ചത്, ആ കൂട്ടുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ശർക്കരയുടെ പാനി ഉള്ളത് ഈ അരിപ്പൊടി അത് അബ്സോർബ് ചെയ്ത് ഒക്കെ വറ്റിപ്പോവും. വറ്റിയാൽ മതി. അപ്പോൾ തന്നെ അത് തീന്ന് മാറ്റി വയ്ക്കാം. അത് കുറച്ചും കൂടെ നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ അത് അബ്സോർബ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് കറക്റ്റ് പാകത്തിന് കിട്ടും. വല്ലാണ്ട് ഹാർഡാവില്ല ആ സമയത്ത്. അപ്പോൾ ആ ഒരു പരുവത്തിലാണെങ്കിൽ കൊഴുക്കട്ടയുടെ ഫില്ലിങ് നല്ല രസം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പരുവത്തിൽ കിട്ടും അബ്സോർബ് ചെയ്തിട്ട്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എന്നാൽ ഹാർഡായിട്ടുമില്ല. ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പരത്തുന്നത് പോലെ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. അപ്പം ഞാൻ 3.5 നാഴി പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി എടുക്കുക, അതിലേക്ക് ഉപ്പിടുക, ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ചൂട് വെള്ളത്തിൽ ഇളക്കി കുഴച്ചെടുക്കുക. ഇതുപോലെ വലിയ ഉരുള. പണ്ടൊക്കെ ഇതുണ്ടാക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമിലാണല്ലോ ഈ ഓശാന. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ നിൽക്കാൻ പോകുന്ന സമയങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അന്ന് ഒരുപാട് പേരുണ്ടാവും. പിന്നെ നമ്മൾ പണ്ട് ഇപ്പുറത്തൊക്കെ ഹിന്ദുസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കുന്നതിന് ഒരു പങ്ക് അവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളായി പൂരം, അതുപോലെ വിഷു, അങ്ങനെ ഓണം, ആ സമയത്തൊക്കെ അവരുടെ പലഹാരങ്ങൾ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ പലരും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇതുണ്ടാക്കുന്നതാണ്, പലരും വാങ്ങുന്നതായിരിക്കാം. എന്തൊക്കെയായാലും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ കൊഴുക്കട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കൈ കൊണ്ട് 2 തള്ളവിരലുകൊണ്ട് ഇങ്ങനെ എടുക്കുക. ഞാൻ പണ്ടൊന്നും ഇതെനിക്ക് ചെയ്യാറില്ലായിരുന്നു, ഇപ്പം എങ്ങനെയോ പഠിച്ചു. അപ്പോൾ അത് ഹോളാക്കിയിട്ട് കൈ ഒട്ടാണ്ടിരിക്കാൻ തള്ളവിരലും ഒന്ന് വെള്ളം പുരട്ടിയിട്ട് ഒന്നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പൊടി നമ്മുടെ കൈമോ വിരലുമോ ഒട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് അതിലേക്ക് ഫില്ലിങ് നിറയ്ക്കുക, ഉരുള പോലെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഉരുട്ടിയെടുത്ത് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ അതാണ് കൊഴുക്കട്ട. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഈ കൊഴുക്കട്ട ഈ ഒരു ബോൾ പോലെ മാത്രമല്ല, പിന്നെ കുറച്ച് തേങ്ങയുടെ ഈ നാളികേരത്തിൻ്റെ ശർക്കരയുടെ ഫില്ലിങ് കഴിയും, പക്ഷേ പൊടി കുറച്ചും കൂടെ ബാക്കിയുണ്ടാവും. ആ സമയത്ത് നമ്മൾ കുറച്ച് നാളികേരം കൂടെ ചിരകിയിട്ട് അതിലേക്ക് നല്ല ജീരകം ചേർത്ത് അതൊന്ന് നല്ലപോലെ കൈകൊണ്ട് കൂട്ടി തിരുമ്മി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പൊടി നനച്ചത് ഹോളാക്കിയിട്ട് അതിനകത്തോട്ട് ഫില്ലിംഗ് ആയിട്ട് വയ്ക്കും. ഈ നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെയും ഫില്ലിങ് വയ്ക്കും. അത് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കുന്നത് റൗണ്ട് ഷേപ്പല്ല, ഒരു വഞ്ചിയുടെ ഷേപ്പ് പോലെയാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് അത് ഒട്ടിച്ച് അത് ആവി കയറ്റി എടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവസാനം കുറച്ചും കൂടെ ഒരു ശകലം കൂടെ ബാക്കി മാവുണ്ടാവേ, ആ മാവിലോട്ട് ബാക്കി വന്ന നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെയും ആ പൊടി ഉണ്ടല്ലോ, ആ കൂട്ട് മാവും കൂടെ ഒരുമിച്ചൊന്ന് കൂട്ടി കുഴച്ച് ഒരു 5-6 കൈ കൊണ്ട് ഇങ്ങനെ പീച്ചും. അപ്പോൾ പീച്ചാൻ പൊടി. അങ്ങനെ ഈ 3 തരം സംഭവമാണ് നമ്മൾ കൊഴുക്കട്ട ശനിയാഴ്ച ഉണ്ടാക്കാറ്.
അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഇവിടെ വന്നപ്പോൾ ഇവിടെയും അത് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ട്രഡീഷണലായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ നാളികേരത്തിൻ്റെ ഈ വഞ്ചി പോലത്തെ ഫില്ലിങ് കഴിക്കാൻ ഇഷ്ടമാട്ടോ. അതിൽ മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തോ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴുക്കട്ടയുടെ ശനിയാഴ്ച വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി